പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചാരത്തും ദൂരത്തുമായി വിശുദ്ധ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിച്ച തിരുവചന ഭാഗം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായമാണ്. 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഈ വചനഭാഗം വായിക്കുവാനും ഇതോടുള്ള ബന്ധത്തിൽ ചില ആലോചനകൾ ദൈവവചന അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനും കാരണം, ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഇടയിൽ പരക്കുന്ന ഒരു ഉപദേശമുണ്ട്. കർത്താവിൻ്റെ സഭ റാപ്ചർ ആകുന്നത് 7 വർഷ പീഡയുടെ നടുവിലാണ് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പല നിലകളിൽ ഇത് നമ്മൾ പ്രസംഗിച്ചും മനസ്സിലാക്കി കൊടുത്തിട്ടും ദൈവസഭ എന്തെന്നോ ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്നോ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെയും ഇത് അറിയാമെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിലുണ്ടെങ്കിൽ ദൈവസഭ വളരെ ശക്തിയാർജിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം ഈ സന്ദേശത്താൽ ദൈവം സഹായിക്കട്ടെ. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് സ്ഥിരതയോടെ നിൽക്കുക എന്നുള്ളൊരു തലക്കെട്ടാണ്. അപ്പോൾ തന്നെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങുന്നതിന് മുൻപേ ഉള്ള തലക്കെട്ട് തിന്മയുടെ അജ്ഞാത ശക്തി എന്നുള്ളൊരു തലക്കെട്ടോടു കൂടിയാണ് പൗലോസ് തെസ്സലോനിക്കർക്ക് ഈ ലേഖനം എഴുതുന്നത്. നമുക്കതിൻ്റെ 1-2 വാക്യങ്ങളെ ഒന്ന് വായിക്കാം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ഇന്ന് യഹൂദനെ സംബന്ധിച്ചൊരു 70 ആഴ്ചവട്ടം അവനെ നിയമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് 69 ആഴ്ചവട്ടം ചരിത്രമായി കഴിഞ്ഞു. 69-നും 70-നും ഇടയിൽ ദൈവം ഒരു 2000 വർഷത്തെ ഗ്യാപ്പ് ഇന്ന് വരെ ദൈവം വെച്ചിരിക്കുകയാണ്. ആ ഇടവേളയിൽ എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ പണിതെടുക്കുന്നൊരു പ്രവൃത്തിയിലാണ് ദൈവം ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 69-നും 70-നും ഇടയിൽ 70-ാം ആഴ്ചവട്ടം ആ കാലത്ത് തന്നെ നിവർത്തിക്കാതെ 70-ാം ആഴ്ചവട്ടം തള്ളി മുന്നോട്ട് മാറ്റി വെച്ചുകൊണ്ട് ഇടയിൽ സ്വർഗത്തിലെ ദൈവം അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ചു വേർതിരിച്ചുകൊണ്ട് അന്നു വരെ മറഞ്ഞിരുന്നൊരു മാർമിക സത്യം, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ദൈവിക പദ്ധതി ദൈവം വെളിപ്പെടുത്തി. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ ജാതികളുടെ അപ്പോസ്തലനാണ്, എനിക്കൊരു സ്വർഗീയ മാർമിക സത്യം വെളിപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ലേഖനങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകും. ആ സുവിശേഷ പ്രകാരം ഒരുവന്റെ രക്ഷ എന്ന് പറയുന്നത് കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു നിവർത്തിച്ച ആ ക്രൂശ് മരണത്തിൽ, ആ യാഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനത്താൽ ക്രിസ്തുവിന്റെ ശരീരമാക്കി തീർക്കുകയും സൗജന്യമായി നമ്മെ രക്ഷിക്കുകയും പ്രവൃത്തി കൂടാതെയുള്ള രക്ഷ അനുഭവിക്കുന്ന ഈ ദൈവസഭയെ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ നമ്മെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ആ സുവിശേഷത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സുവിശേഷം. എന്ന് പറഞ്ഞാൽ, മുൻകഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ന്യായപ്രമാണം കൂടാതെ കൃപയാലുള്ള ഒരു രക്ഷ സൗജന്യമായി യഹൂദനെന്നോ യവനനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസം കൂടാതെ ആർക്കു വേണമെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിൽ നിവർത്തിച്ച രക്ഷന്റെ പദ്ധതിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവിടുത്തെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവമക്കളായി തീർന്ന് ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി തീർന്ന് മനുഷ്യകുലത്തിന് ലഭിക്കാവുന്നതിലും ഏറ്റവും വലിയ പദവിയിൽ സ്വർഗത്തിലും തുടർന്ന് പുത്തനാം യെരൂശലേമിലും ജീവിക്കുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു നിത്യതയിലേക്കാണ് ഈ സുവിശേഷത്തിലൂടെ നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവസഭയുടെ പണി കഴിഞ്ഞ് ദൈവം നമ്മെ ഇവിടുന്ന് ചേർത്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇനി നിർത്തിവെച്ചിരിക്കുന്ന യഹൂദന്റെ 70-ാം ആഴ്ചവട്ടം അല്ലെങ്കിൽ 7 വർഷത്തെ ആ പീഡാകാലത്തിലേക്ക് കടക്കുവാൻ ദൈവം ഉദ്ദേശിക്കുന്നുള്ളൂ. അതുവരെ ആ പീഡാകാലം ആരംഭിക്കുവാൻ സാധ്യമല്ല. കാരണം ആ 7 വർഷം എന്നുള്ളത് നിനക്കും നിന്റെ ജനത്തിനും എന്ന് ദാനിയേലോട് പറയുമ്പോൾ യഹൂദനെ ഉദ്ദേശിച്ചാണ്, ഇസ്രായേലിനാണ് ദൈവം അത് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ദൈവരാജ്യം എന്തെന്നും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്തെന്നും അല്ലെങ്കിൽ മണവാട്ടി സഭ എന്തെന്നും ഒക്കെ നമ്മൾ തരംതിരിച്ച് ഇതെല്ലാം വ്യത്യസ്തമായ ദൈവിക പദ്ധതികളാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ വിഷയത്തിൽ അനേകർ വളരെ ഉപദേശപരമായി
തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈ വിഷയം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. രണ്ടാമത്തെ വാക്യം വായിക്കുകയാണ്. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. പ്രിയമുള്ളവരെ, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന കർത്താവിന്റെ വരവ് അത് റാപ്ചറിനെ കുറിച്ചുള്ള വരവാണ്. എന്നാൽ 2-ാം വാക്യത്തിൽ പറയുന്ന കർത്താവിന്റെ നാൾ എന്ന് പറയുന്ന വരവ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചുള്ള വരവിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമ വിശുദ്ധന്മാർക്കും പത്രോസിനും കൂട്ടർക്കും അറിയാവുന്ന ഒരു വരവിനെ കുറിച്ച്, അത് കർത്താവിന്റെ മഹത്വത്തിലുള്ള പ്രത്യക്ഷതയെ കുറിച്ച് മാത്രമാണ് അവർക്ക് അറിവുള്ളത്. മനസ്സിലായോ? എന്നാൽ പൗലോസിന് വെളിപ്പെട്ട ഈ മാർമിക സത്യത്തിൽ പൗലോസ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കൂടാതെയുള്ള മറ്റൊരു വരവിനെ കുറിച്ച് പറയുകയാണ്. അതേത് വരവാണ്? അതിനെയാണ് റാപ്ചറിന് വേണ്ടിയുള്ള വരവ് എന്ന് പറയുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ആയിരിക്കും. ഇങ്ങനെ ഒരു വരവിനെ കുറിച്ച് ലോക ചരിത്രത്തിൽ ആദ്യമായി ദൈവം വെളിപ്പെടുത്തിയത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെയാണ്. അല്ലെങ്കിൽ വിശുദ്ധ പൗലോസിനാണ് ഈ വരവിനെ കുറിച്ച് ദൈവം വ്യക്തമാക്കിയത്. അതുകൊണ്ടാണ് ഇതിനെ മിസ്റ്ററി ഗോസ്പൽ. മറഞ്ഞിരുന്ന മാർമികമായ ചില സത്യങ്ങൾ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോഴാണ് പൗലോസ് പറയുന്നത്, സഭയോട് പറഞ്ഞു, പ്രിയരെ, നമ്മുടെ കർത്താവിന്റെ വരവിനെ കുറിച്ചും അത് POC ബൈബിളിൽ വായിക്കുമ്പോൾ ഒന്നും കൂടി അത് വ്യക്തമാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഇവിടെ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെയും അവന്റെ സന്നദ്ധയിൽ നാം സമ്മേളിക്കുന്നതിനെ പറ്റിയും. കണ്ടോ, കർത്താവ് വരികയും നാം അവിടേക്ക് പോവുകയും ചെയ്യുന്ന, കർത്താവിന്റെ സന്നിധിയിലേക്ക് സമ്മേളിക്കുകയും ചെയ്യുന്ന ഇതിനെയും പറ്റി സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പറയുകയാണ്, കർത്താവിന്റെ ദിനം വന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന വചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത്. ഇവിടെ 2 വരവിനെ കുറിച്ച് പറയുകയാണ്. ഒന്ന്, പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്ത മിസ്റ്ററി ഗോസ്പലിലുള്ള മധ്യാകാശ വരവ് എന്ന് പറഞ്ഞാൽ നാം അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള ആ വരവിനെ കുറിച്ച്. എന്നാൽ 2-ാമത്തെ കാര്യം എന്താണ്? കർത്താവ് ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ചാ. അപ്പോൾ 2 വരവിനെ കുറിച്ചും ദൈവസഭയോട് പൗലോസ് കൂടെ ഇരുന്നപ്പോൾ പറഞ്ഞിരുന്നു. നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം ഒന്ന് എടുക്കാം. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ 12 പേര് പത്രോസും കൂട്ടരും കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, നീ ഈ കാലത്തിലാണോ ഇസ്രായേലിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത്? ഇപ്പോഴാണോ കർത്താവ് വീണ്ടും മടങ്ങി വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? കാരണം എന്താ? പത്രോസിനും കൂട്ടർക്ക് അറിയാം, കർത്താവ് യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വന്ന് ദൈവരാജ്യം സ്ഥാപിക്കും. ആ കാര്യത്തെ കുറിച്ചാണ് ഇവർ ചോദിക്കുന്നത്, കർത്താവേ, അത് ഇപ്പോഴാണോ? അപ്പോൾ കർത്താവിന്റെ മറുപടി എന്തായിരുന്നു? അവൻ അവരോട് പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് കർത്താവ് താഴേക്ക് പറഞ്ഞു. അതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. 12 അപ്പോസ്തലന്മാരുടെയും പഴയ നിയമ വിശുദ്ധന്മാരുടെയും പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് ഈ ഭൂമിയിൽ രാജാവായി വാഴുകയും രാജ്യം സ്ഥാപിച്ചു കൊടുക്കുകയും ഇസ്രായേലിന്റെ ശത്രുക്കളൊക്കെയും നിഗ്രഹിച്ച് ഇസ്രായേൽ തലയായി ഉയർന്നു നിൽക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവരാജ്യം, ആ ദൈവരാജ്യത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെ കുറിച്ചാണ് യെശയ്യാ തുടങ്ങിയുള്ള പ്രവാചകന്മാർ, ദാനിയേൽ മുതലുള്ള പ്രവാചകന്മാർ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പഴയ നിയമ പ്രവാചകന്മാരുടെ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് എല്ലാ യഹൂദന്മാർക്കും അറിയാം, പത്രോസിനും കൂട്ടർക്കും അറിയാം, ഇപ്പോഴത്തെ തെസ്സലോനിക്കയിലുള്ള ആ സഭക്കാർക്കും ആ വരവിനെ കുറിച്ച് അറിയാം. എന്നാൽ പൗലോസ് അവരോട് വേറൊരു വരവിനെ കുറിച്ച് പറഞ്ഞു. അതാണ്
കർത്താവ് കാഹളം ധ്വനിപ്പിക്കുമ്പോൾ മധ്യാകാശത്തിൽ വന്ന് നമ്മെ ചേർത്ത് നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വരവ്. അപ്പോൾ റാപ്ചറിന് വേണ്ടിയുള്ള വരവും മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയുള്ള വരവും, ഇത് രണ്ടും കൂടി കേട്ടിരിക്കുന്ന വിശ്വാസികളിൽ ഒരു ആശയക്കുഴപ്പം. ആദ്യം സംഭവിക്കാൻ പോകുന്നത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചാണ്, അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷതയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് സഭ വിശ്വാസികൾ പറഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, പ്രിയമുള്ളവരെ, ആ വരവ് സംഭവിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? വിശ്വാസത്യാഗം ഉണ്ടാകണം. അതിനുശേഷം അധർമ്മമൂർത്തി വെളിപ്പെടണം. കർത്താവ് യേശുക്രിസ്തു വന്ന് തന്റെ വായിലെ ശ്വാസത്താൽ അവരെ ഒടുക്കിക്കളയണം. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് വെളിപ്പാട് 19 രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ അത് അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് ഈ വിശ്വാസത്യാഗവും അധർമ്മമൂർത്തിയുടെ വരവും കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയുമൊക്കെയും യഹൂദിനോടുള്ള ബന്ധത്തിൽ 70-ാം ആഴ്ചവട്ടത്തിൽ നിവർത്തിക്കേണ്ട കാര്യമാണ്. അതുമായി സഭയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് പൗലോസ് ഇവിടെ സമർത്ഥിക്കുവാൻ നോക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. 70-ാം ആഴ്ചവട്ടത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ച് പൗലോസ് പറയുകയാണ്, ഇത് തെറ്റിദ്ധരിച്ചിട്ട് ഇന്ന് നമ്മുടെ സഭയ്ക്കാണ് വിശ്വാസത്യാഗം വരുന്നതെന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് മിഡ് ട്രിബുലേഷൻ റാപ്ചറിനെ കുറിച്ച് വളരെ വീറോടും വാശിയോടും കൂടി ആളുകൾ പ്രസംഗിച്ചു തുടങ്ങുന്നത്. അത് വളരെ തെറ്റാണ്. ഇവിടെ പൗലോസ് പറഞ്ഞു, ആരും നിങ്ങളെ ഒരു വിധേയം വഞ്ചിക്കരുത്. അങ്ങനെയുള്ള ഉപദേശം കേട്ടാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും. കാരണം നമ്മളെ ദൈവം വെച്ചിരിക്കുന്നത് കോപത്തിനല്ല, ക്രോധത്തിനല്ല. അതിനു മുൻപേ നമ്മൾ ഇവിടുന്ന് മാറ്റിയിരിക്കും. ദൈവസഭ 69-നും 70-നും ഇടയിലുള്ള ഈ 2000 വർഷത്തെ ഈ ഒരു ബ്രാക്കറ്റ് പീരീഡിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. മനസ്സിലായോ? ഈ ദൈവസഭ ഒരിക്കലും യഹൂദന്റെ 70-ാം ആഴ്ചവട്ടത്തിൽ കടക്കേണ്ട കാര്യമില്ല. പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് തലയിടേണ്ട കാര്യം നമുക്കില്ല. കാരണം 70-ാം ആഴ്ചവട്ടം ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് യഹൂദരോടുള്ള ബന്ധത്തിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തന്നെയുമല്ല, താഴേക്ക് വായിക്കുകയാണ്, നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞുവെന്ന് ഓർക്കുന്നില്ലയോ? അപ്പോൾ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ് സഭയോട് പറയുകയാണ്, പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് കൂടെ ശരീരത്തിൽ ആയിരിക്കുമ്പോൾ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? റാപ്ചറിനെ കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാനിത് നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞതല്ലേ. എന്നാൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് പൗലോസ് അവിടെ നിന്ന് പോയപ്പോൾ ഈ റാപ്ചറിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ വന്നിവിടെ എന്ത് പറഞ്ഞു? ദാ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, അങ്ങനെ സംഭവിക്കുകയില്ല. മഹത്വ പ്രത്യക്ഷതയല്ല ആദ്യം സംഭവിക്കേണ്ടത്. കാരണം എന്താ? തടുത്തു നിൽക്കുന്നവൻ വഴിയിൽ നിന്ന് മാറണം. എങ്കിൽ മാത്രമാണ് അധർമ്മമൂർത്തി വെളിപ്പെടുകയുള്ളൂ. എന്താണ് ഈ തടുത്തു നിർത്തിയിരിക്കുന്നത്? നമുക്കറിയാം. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഇവിടെ ഉള്ളിടത്തോളം കാലം അധർമ്മമൂർത്തിക്ക് വെളിപ്പെടുവാനോ 70-ാം ആഴ്ചവട്ടം തുടങ്ങുവാനോ സാധ്യമല്ല എന്നുള്ളത് പൗലോസ് സഭയോട് പറയുകയാണ്. തന്നെയുമല്ല, അവൻ വരുമ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും അവന്റെ രംഗപ്രവേശനം. അപ്പോൾ തന്നെ ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് പഠിച്ചില്ല എങ്കിൽ തെറ്റിപ്പോകും. 1 തിമോഥെയോസ് 4-1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ് പൗലോസിലൂടെ പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? വിശ്വാസം ത്യജിക്കും എന്ന് പറഞ്ഞാൽ ഈ സത്യവിശ്വാസം കേൾക്കുന്നത് മതിയാക്കി തെറ്റായ ചില കാര്യങ്ങളെ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഈ ലോകം സത്യസുവിശേഷം കേൾക്കാതെ ഇഷ്ടമുള്ള പ്രബോധകരെ വിളിച്ചുകൂട്ടി അതിലേക്ക് തിരിയുന്നൊരു കാലം വരും. എന്ന് പറഞ്ഞാൽ സുവിശേഷം പറഞ്ഞാലും ഒരു പ്രയോജനമില്ലാതിരിക്കുന്നൊരു കാലഘട്ടം വരും. ആ സമയം എന്ത് സംഭവിക്കും? അവിടെ ആ വിശ്വാസം എന്നുള്ള ആ സത്യം അവരെ ത്യജിച്ചു കളയുമ്പോൾ ആ ഒടുവിൽ രക്തസാക്ഷികൾ മരണം എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ 5-ാം മുദ്ര പൊട്ടുമ്പോൾ അവിടെ ചില രക്തസാക്ഷികളെ കാണുന്നുണ്ട്. സുവിശേഷ സംബന്ധമായി വലിയൊരു പീഡനവും അല്ലെങ്കിൽ തിരസ്കരണവും സംഭവിക്കുമ്പോൾ
നാം വന്നെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ റാപ്ചർ സംഭവിക്കുമെന്ന് 100% ഞാൻ വിശ്വസിക്കുകയാണ്. ആനുകാലികമായ സംഭവങ്ങളെ നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് എത്രയും വേഗം വരുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ് ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്നത്. അതാണ് ദൈവസഭയോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരിക്കലും യഹൂദന്റെ 70-ാം ആഴ്ചവട്ടത്തിലേക്ക് നമ്മൾ കടക്കില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിച്ചു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം നമുക്ക് എടുക്കാം. 24-ാം അധ്യായം ഒന്ന് എടുത്തു വെക്കുക. അപ്പോൾ തന്നെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനയുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി സകല കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോടെ യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിയമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കുകയും ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയുകയും മ്ലേച്ഛതയുടെ ചെറുകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. വാസ്തവത്തിൽ 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ള പ്രവചനം ദൈവം ദാനിയേലിന് കൊടുക്കുകയാണ്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഏറ്റവും പ്രിയനാകയാൽ എന്ന് പറഞ്ഞിട്ടാണ് ദൈവം പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിൽ അനേകം പണ്ഡിതന്മാരുണ്ടല്ലേ, അവർക്ക് നമ്മൾ ഈ പറയുന്ന റൈറ്റ്ലി ഡിവൈഡ് എന്തെന്നോ ദൈവരാജ്യം എന്തെന്നോ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്തെന്നോ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവർ പറയുന്നൊരു വാദമാണ്, ഞങ്ങൾ 30-40 വർഷമായി പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, ഇന്നലെ വന്ന നിങ്ങളാണോ അതൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പുച്ഛിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം ഒരു സത്യം ഒരുവനും വെളിപ്പെടുത്തി കൊടുക്കുന്നത് താൻ പണ്ഡിതനാണോ 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊന്നും ചിന്തിച്ചിട്ടല്ല. ഒരുവന്റെ ഹൃദയം നോക്കിയിട്ടാണ് ദൈവം ഇടപെടുന്നത്. ഈ ദാനിയേല് 70 വർഷത്തെ പ്രവാസത്തിൽ കിടക്കുന്ന ദാനിയേല് ജെറമിയ പ്രവാചകന്റെ പുസ്തകം എന്നെടുത്ത് വായിച്ചു. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നതിനേക്കാളും കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ജെറമിയ. ആ ജെറമിയ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ വ്യക്തമായി അവിടെ 70 വർഷം ബാബേൽ പ്രവാസത്തിലേക്ക് ഈ ജനം പോകണമെന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ദാനിയേൽ നോക്കിയപ്പോൾ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് താൻ ഇപ്പോൾ ബാബിലോൺ പ്രവാസത്തിലാണ്, ദൈവം ഞങ്ങളെ മടക്കി കൊണ്ടുപോകും എന്നുള്ളൊരു തിരുവെഴുത്ത് കണ്ടപ്പോൾ ജെറമിയ പ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹം ഒരു കാലസംഖ്യ കണക്കാക്കി മനസ്സിലാക്കി. അങ്ങനെ താൻ ദൈവസന്നിധിയിൽ വളരെ താഴ്ന്ന് തൻ്റെ തെറ്റുകളും തൻ്റെ പിതാക്കന്മാരുടെ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ദൈവമേ കരുണ കാണിക്കണമേ, തൻ്റെ ദേശത്തോട് കരുണ കാണിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൂതനെ ദൈവം അയക്കുകയാണ്. എന്നിട്ട് ദാനിയേലിനോട് പറയുന്ന വാക്കാണ്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, നീ പ്രാർത്ഥിച്ച ആ സമയം തന്നെ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നും മറുപടി ഉണ്ടായി. അത് നിന്നെ അറിയിക്കുവാനാ വന്നിരിക്കുന്നത്. കണ്ടോ, ദൈവത്തിന്റെ അരുളപ്പാട് വന്ന വഴി കണ്ടോ. അന്ന് മഹാന്മാരായ പുരോഹിതന്മാരുണ്ടായിരുന്നു, വേദശാസ്ത്രിമാരുണ്ടായിരുന്നു, വചനം അരച്ചു കലക്കി കുടിച്ച മറ്റു മനുഷ്യന്മാരുണ്ടായിരുന്നു. ഇവർക്കാർക്കും വെളിപ്പെടാത്തൊരു സത്യം ദൈവസന്നിധിയിൽ മുട്ടുമടങ്ങിയപ്പോൾ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഏകദേശം 90-95 വയസ്സുള്ള മനുഷ്യനാണ്. ബാബേലിലേക്ക് പോകുമ്പോൾ ബാലനായിരുന്നു. എന്നാൽ 70 വർഷത്തെ പ്രവാസത്തിനൊടുവിൽ അദ്ദേഹത്തിന് 90-95 വയസ്സുണ്ട്. ആ സമയത്താണ് തന്റെ ജനത്തെ ഓർത്ത് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഈ വെളിപ്പാട് കൊടുക്കുകയാണ്, നിനക്കും നിന്റെ ജനത്തിനും 70 ആഴ്ചവട്ടമാണ് നിയമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 490 വർഷം. അതിന്റെ 483 വർഷം ഇന്ന് ചരിത്രമായി കഴിഞ്ഞു. ഇനി ഒരു 7 വർഷം കൂടി ഉള്ളൂ യഹൂദന്റെ കാര്യങ്ങളെല്ലാം യഥാസ്ഥാനത്താക്കി കൊടുക്കുവാൻ. പക്ഷേ 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ടും 2000 വർഷമായിട്ടും 70-ാമത്തെ ആഴ്ചവട്ടത്തിലേക്ക് ദൈവം കാര്യങ്ങൾ കൊണ്ടുപോയിട്ടില്ല. അതിനെന്താണ് കാരണം?
കൃപായുഗം തുറന്നു എന്നുള്ളതാണ് അതിന് കാരണം. അതാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത്, 11-ന്റെ 25-ാം വാക്യം: സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു രഹസ്യമാണ്, ഇതൊരു മിസ്റ്ററിയാണ്, ഇതൊരു മാർമിക സത്യമാണ്. സഹോദരന്മാരെ, നിങ്ങൾ അഹങ്കരിക്കണ്ട. ഞങ്ങളെന്താ വലിയ സംഭവമാണെന്ന് ആരും ചിന്തിക്കണ്ട. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കുകയരുത്. എന്താണ് സംഭവം? ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്കുള്ള കൃപായുഗം തുറന്നു വെച്ചിട്ട് ആ കൃപായുഗം കഴിഞ്ഞതിന് ശേഷം ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ചേർന്ന് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് സംഭവിക്കുക? ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ഇസ്രായേൽ മുഴുവൻ എന്ന് പറയുമ്പോൾ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും എന്ന് പറഞ്ഞാൽ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 2/3 മനസ്സിലായോ? 2/3 തീയിലൂടെ ശോധന ചെയ്ത് നഷ്ടപ്പെടും, ബാക്കി 1 ശേഷിക്കും. ഒരു ശേഷിപ്പിനെ ദൈവം ഇസ്രായേലിന്റെ ജെറുസലേമിന്റെ നടുവിലിട്ട് ഉരുക്കി ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ദൈവം കൊണ്ടുപോകും. അതിനെയാണ് യാക്കോബിന്റെ 70-ാം ആഴ്ചവട്ടം അല്ലെങ്കിൽ യാക്കോബിന്റെ കഷ്ടകാലം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 24-ാം അധ്യായത്തിന്റെ 15 മുതൽ 21 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാമല്ലോ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്നുവരെയും ലോകാരംഭം മുതൽ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേലാൽ സംഭവിക്കാത്തതുമായ കഷ്ടം അന്നുണ്ടാകും. എന്നുണ്ടാകും? യാക്കോബിന്റെ കഷ്ടകാലത്തെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ തന്നെ കർത്താവ് ഒരു കാര്യം എടുത്തു പറഞ്ഞു. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റിനോടുള്ള ബന്ധത്തിലല്ല കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത്. അശുദ്ധമാക്കുന്ന ഈ മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഓടണമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളോടല്ല. ഇതങ്ങ് ഇസ്രായേലിൽ ഒരു ആലയം പണിയുമ്പോൾ ആ ആലയത്തിൽ അശുദ്ധ ലക്ഷണമായ എതിർ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, അങ്ങനെ സംഭവിക്കുമ്പോൾ അവരോട് ഓടി രക്ഷപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെങ്ങും ഓടേണ്ട കാര്യമില്ല. കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കർത്താവ് മധ്യാകാശത്തിൽ വരുന്നത് ഒരുങ്ങിയിരിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്വർഗത്തിലുള്ളതിനെ മാത്രം നിങ്ങൾ അന്വേഷിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിലുള്ളതല്ല. സ്വർഗത്തിലുള്ളത് അന്വേഷിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ദാനിയേൽ പ്രവാചകനാണ് 70-ാം ആഴ്ചത്തെ കുറിച്ച് പ്രവചിച്ചത്. ആ കാര്യം കർത്താവ് എടുത്തിട്ട് പറഞ്ഞു, ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം വലുതായിരിക്കുന്ന കഷ്ടം എന്ന് യെരമ്യാ പറഞ്ഞതുപോലെ തന്നെ യേശുക്രിസ്തുവും പറഞ്ഞു, ആ നാൾ പോലെ ലോകാരംഭം മുതലുണ്ടായതുപോലെയുള്ള അത്ര വലിയ കഷ്ടമായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അത് യാക്കോബിന് കഷ്ടകാലമാണ്. തന്നെയുമല്ല, അന്ന് ഗർഭിണികൾക്കും പാല് കുടിപ്പിക്കുന്നവർക്കും ദുരിതം എന്ന് പറയുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, ഒരു യുദ്ധമുണ്ടായി കഴിയുമ്പോൾ ഗർഭിണികളും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടുന്നത് വളരെ പ്രയാസമാണ്. കർത്താവ് പറഞ്ഞ അത്ര പ്രയാസം വരുന്നൊരു കാലഘട്ടമാണ്. ഒരു ഗർഭിണിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമായി സുഖമായിരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ ഗർഭകാലമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഗർഭിണിക്ക് പോലും സ്വസ്ഥതയില്ലാത്തൊരു കാലഘട്ടമായിരിക്കും അത് എന്ന് പറയുവാനിടയായിത്തീരുന്നു. അത്ര കഷ്ടകാലം വരും. ആ സമയത്തെക്കുറിച്ച് യഹൂദരോടുള്ള ബന്ധത്തിൽ കർത്താവ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ കർത്താവായ യേശുക്രിസ്തുവും യെരമ്യാ പ്രവാചകനും ദാനിയേൽ പ്രവാചകനും ഒടുവിൽ യോഹന്നാൻ അപ്പോസ്തലനും ഈ അധർമ്മമൂർത്തിയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും അന്ത്യകാലത്ത് യഹൂദരോടുള്ള ബന്ധത്തിലുള്ള അവന്റെ ശുദ്ധീകരണത്തെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ പൗലോസ് മാത്രമാണ് ഈ മധ്യാകാശ വരവിൽ ദൈവസഭയെ ചേർക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യത്തെക്കുറിച്ച് പൗലോസ് ഗ്രഹിപ്പിക്കുവാനിടയായി തീർന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പത്രോസിന്റെ അടുക്കൽ പോയി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. താൻ ഓടിയതോ വ്യർത്ഥമാകാതിരിക്കുവാൻ വേണ്ടി
തനിക്ക് വെളിപ്പെട്ട സുവിശേഷം പത്രോസിനോട് പറഞ്ഞു. ഒടുവിൽ പത്രോസ് ഈ കാര്യങ്ങളൊന്ന് ഗ്രഹിച്ചു. അപ്പോൾ പത്രോസ് എന്താണ് പറഞ്ഞത്? നമ്മുടെ പ്രിയ സഹോദരനും തനിക്ക് ലഭിച്ച വെളിപ്പാടനുസരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളുണ്ട്. മനസ്സിലായോ എന്ന് പറഞ്ഞാൽ, പൗലോസ് പറയുന്ന കർത്താവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ചും അല്ലെങ്കിൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവ് അടക്കം പറഞ്ഞിരിക്കുന്ന മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചും ഇതിനെ തരംതിരിച്ച് മനസ്സിലാക്കുവാൻ പത്രോസിന് പോലും അല്പം പ്രയാസമായിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം യഹൂദന്റെ പ്രത്യാശ എന്ന് പറയുന്നത്, കർത്താവേ ഇപ്പോഴാണോ നീ ഇസ്രായേലിൽ രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. അല്ലാതെ കർത്താവേ ഇപ്പോഴാണോ മധ്യാകാശത്തിൽ വന്ന് ഞങ്ങളെ ചേർക്കുന്നത് എന്നല്ല ചോദിച്ചത്. കാരണം എന്താ? ആ കാര്യത്തെക്കുറിച്ച് ഇവർക്ക് അറിയാൻ പാടില്ല. അറിവുള്ള കാര്യത്തെക്കുറിച്ചാണ് അവർ ചോദിച്ചത്. കർത്താവേ ഇപ്പോഴാണോ ഞങ്ങൾക്ക് ഈ രാജ്യം സ്ഥാപിച്ചു തരുന്നത്? പത്രോസും കൂട്ടി അത് എടുത്ത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കർത്താവ് അവരോട് പറഞ്ഞിരുന്നു, മനുഷ്യപുത്രൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് 12 സിംഹാസനങ്ങളിൽ ഇസ്രായേൽ ഗോത്രങ്ങളിലെ 12 ഭരിക്കുവാനുള്ള അധികാരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 12 സിംഹാസനങ്ങളിൽ തങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കണം. അപ്പൊ അതുകൂടി കൂട്ടിയാണ് അവർ ചോദിച്ചത്, എപ്പോഴാണ് കർത്താവ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് സിംഹാസനമൊക്കെ തരുന്നത് എന്നുള്ള അർത്ഥത്തില്. എന്നാൽ ഈ ദൈവരാജ്യ സംബന്ധമായി ഒരു തിരസ്കരണം സംഭവിച്ചപ്പോൾ പൗലോസിന് ദൈവം മാർമിക സത്യം വെളിപ്പെടുത്തി കൊടുത്തു. ആ സത്യത്തിലൂടെ മാത്രമാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് ദൈവം രൂപകൽപ്പന ചെയ്തത്. അതിന് വിദഗ്ധനായ ഒരു ശില്പിയെ പോലെ അടിസ്ഥാനമിട്ടിരിക്കുന്നത് പൗലോസാണ് എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആനുകാലികമായ സംഭവങ്ങളെ നമ്മൾ കൂട്ടിയിണക്കി പഠിക്കുമ്പോൾ യഹൂദന്റെ 70-ാം ആഴ്ചവട്ടത്തിലേക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു മുൻപായി നാം എന്ന് ഗ്രഹിക്കണം, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ ഗ്രഹിക്കണം. കാര്യങ്ങളെ കാണുമ്പോൾ നമ്മൾ കണ്ട് വിലയിരുത്തണം. വാച്ച് ആൻഡ് പ്രേ. കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അത് ദൈവസഭയോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെ. അപ്പോൾ തന്നെ രാജ്യത്തിന്റെ സുവിശേഷ സംബന്ധമായിട്ടുള്ള യഹൂദന്റെ പ്രത്യാശയോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെ. പ്രിയമുള്ളവരെ, ഈ 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം ക്രിസ്തീയ കോളത്തിൽ അനേകർ, അതായത് റാപ്ചറിനെ വിശ്വസിച്ചിരിക്കുന്ന അനേകർ അത് മിഡ് ട്രിബുലേഷൻ റാപ്ചർ ആണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാൻ കാരണമായി തീർന്നത് ഈ റൈറ്റ്ലി ഡിവൈഡ് ചെയ്യാതെ ദൈവവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് ഈ സംഭവങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനേകർ ഇന്ന് എതിർ ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ഭരണം കഴിഞ്ഞ് റാപ്ചർ ചെയ്യപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. എന്നാൽ നമ്മെ ദൈവം ആ കഷ്ടത്തിനുള്ളവരല്ല. 1 തെസ്സലോനിക്ക ലേഖനം 1-10 വാക്യത്തിൽ വായിക്കുകയാണ്, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവരായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരും. അപ്പോൾ വരുവാനിരിക്കുന്ന ഒരു കോപമുണ്ട്. കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടം. ആ കഷ്ടം യഹൂദനാണുള്ളത്. എന്നാൽ ആ കോപത്തിനല്ല നമ്മെ വെച്ചിരിക്കുന്നതെന്ന് പൗലോസിയുടെ തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയം ഞാനൊരു 3, 4, 5 പ്രാവശ്യം പല നിലകളിൽ ഞാൻ പ്രസംഗിച്ച് നമ്മുടെ ഈ പ്രസംഗങ്ങളൊക്കെയും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. എന്നിട്ടും പല പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്നില്ല. അത് വിശ്വസിക്കുന്നവർ പോലും ഇവരുടെ ഉപദേശത്താൽ മറഞ്ഞു പോകുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, പൗലോസ് ശുശ്രൂഷിച്ചിരുന്ന തെസ്സലോനിക്ക സഭയുടെ അവസ്ഥ ഇതായിരുന്നുവെങ്കിൽ അന്ത്യകാലത്തിലേക്ക് വരുമ്പോൾ, ദുർഘട സമയങ്ങൾ വരുമ്പോൾ, മനുഷ്യർ സ്വസ്നേഹികളായി തീരുമ്പോൾ ഈ വിശ്വാസം ത്യജിച്ച് കാറ്റിനാൽ ആടിയുന്ന ശിശുക്കളെ പോലെ ആയിത്തീർന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശ വിട്ടുമാറി കാറ്റിനാൽ ആടിയുലയുന്ന ശിശുക്കളെ പോലെ അത് കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇത് കേൾക്കുമ്പോൾ ഇങ്ങോട്ടും ആടിയുലയും ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ വളരെ ഉറപ്പുള്ളവരായിരിക്കുമെൻ. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശത്താലോ തന്ന പ്രമാണങ്ങളെ മുറകെ പിടിച്ചുകൊള്ളുവിൻ. പൗലോസ് ശുശ്രൂഷിച്ച ദൈവസഭയുടെ അവസ്ഥ, പൗലോസ് ശുശ്രൂഷിച്ച് മാറിയപ്പോൾ ആ സഭയുടെ അടിത്തറ ഇളക്കുന്നൊരു ഉപദേശം, ഇതാ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഉപദേശമൊക്കെ ശരിയാ. പക്ഷേ കൊടുക്കേണ്ടടുത്തല്ല ഈ ഉപദേശം കൊടുത്തത്. കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും.
പക്ഷേ അതിനു മുൻപേ സംഭവിക്കേണ്ട റാപ്ചറിനെ കുറിച്ച് പറഞ്ഞ് പൗലോസ് കൂടെ ഉള്ളപ്പോൾ പറഞ്ഞു കൊടുത്ത് ഉറപ്പിച്ചു പോന്ന സഭയെ അല്പം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചുള്ള വരവിനെ കുറിച്ച് ഈ സഭ മുഴുവനും ആകുലപ്പെട്ടിരിക്കുകയാണ്. ഒരു തൊഴിലിന് പോലും പോകാതെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് സഭ മാറ്റപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവുള്ള പരിശുദ്ധാത്മാവുള്ള പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, തടുക്കു നിൽക്കുന്ന ഈ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഇവിടുന്ന് മാറ്റപ്പെടാതെ ഈ അധർമ്മമൂർത്തിക്ക് വെളിപ്പെടാൻ സാധ്യമല്ല. 70 ആഴ്ചവട്ടം തുടങ്ങുവാൻ സാധ്യമല്ല. അവസാനത്തെ പീഡനമായ കർത്താവ് പറഞ്ഞ ആ മഹാപീഡനം തുടങ്ങുവാൻ സാധ്യമല്ല. നാം ദൈവമക്കൾ ഇവിടുന്ന് മാറിയാൽ മാത്രമാണ് അധർമ്മമൂർത്തി വെളിപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനുകാലികമായി സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിവുള്ളവരാണ്. ഇസ്രായേലിൽ പല നിലകളിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കൾ വെറും ചാരമായി പോകുന്ന അവസ്ഥയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലത്ത് അല്ലെങ്കിൽ ജെറുസലേമിന്റെ ആ 70 ആഴ്ചവട്ടത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിനെ ദൈവം മടക്കി കൊണ്ടുവന്നു കഴിയുമ്പോൾ ലോകത്തിലേക്ക് ചിതറിക്കപ്പെട്ട ഇസ്രായേലിനെ ഞാൻ വീണ്ടും ഇസ്രായേലിലേക്ക് മടക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞ പ്രവചനം നിവർത്തിച്ചുകൊണ്ട് 1948 ഏപ്രിൽ 14-ാം തീയതി ഇസ്രായേൽ ഒരു രാജ്യമായി വീണ്ടും മടങ്ങി വന്നു. ദൈവം പറഞ്ഞു, ചുറ്റും കിടക്കുന്ന ശത്രു രാജ്യങ്ങളുടെ നടുവിൽ, കറ്റകളുടെ നടുവിൽ ഒരു തീപ്പന്തമായി ഇസ്രായേലിനെ ഞാൻ നിർത്തും. ഇസ്രായേൽ അവരുടെ ശത്രുക്കളെ തകർത്ത് ഉടയ്ക്കും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ യാക്കോബേ, ഞാൻ നിന്നെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയുമില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ജെറുസലേമിന്റെ മധ്യത്തിൽ കൂട്ടി ദൈവം ശുദ്ധീകരിക്കും. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, ഇസ്രായേലിന് ഞാൻ, കിട്ടമായി പോയ ഇസ്രായേലിന് ഞാൻ ജെറുസലേം എന്ന് പറയുന്ന മൂശയിലിട്ട് ഉരുക്കി ശുദ്ധീകരിക്കും. അവിടെയാണ് പൗലോസ് പറഞ്ഞ വാക്ക്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് നിരൂപിക്കരുത്. ഇസ്രായേലിന് അംശമായി മാത്രം കാഠിന്യം ഭവിച്ചിരിക്കുന്നു, അതും നിങ്ങളെ പ്രതിയാണ്. ജാതികൾ മുഴുവനും രക്ഷിക്കപ്പെടണം, ജാതികളുടെ സംഖ്യ തികയണം. അതിനുശേഷം വീണ്ടും യാക്കോബിൽ നിന്നും അധർമ്മത്തെ മാറ്റിക്കളയുവാൻ വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവരുടെ മശികയായ കർത്താവിനെ അവരുടെ കഷ്ടതയുടെ നടുവിൽ വിളിച്ചപേക്ഷിക്കുന്നവരുടെയായിത്തീരും. ഗോത്രം ഗോത്രമായി, കുലം കുലമായി കർത്താവെ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി വിലപിക്കുന്നവരുടെയായിത്തീരും. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ കുറ്റമേറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ പിതാവിന്റെ സന്നിധിയിൽ പോയിരിക്കും. നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കും, ജാഗ്രതയോടെ അന്വേഷിക്കും, അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, അന്ന് മുല കുടിപ്പിക്കുന്നവർക്കും ഗർഭിണികൾക്കും ദുരിതം എന്ന് പറയുന്ന കാലഘട്ടം വരും. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അത് സംഭവിക്കണമെങ്കിൽ ജാതികൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന കൃപായുഗം അടയണം. കൃപായുഗം അടഞ്ഞ് നാം റാപ്ചറായി പോയതിനു ശേഷം മാത്രമാണ് 70-ാം ആഴ്ചവട്ടം തുടങ്ങുകയുള്ളൂ. അവിടെ ഉടമ്പടി വെച്ച് എതിർ ക്രിസ്തു വരികയുള്ളൂ. അശുദ്ധമായ ആ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുകയുള്ളൂ. അങ്ങനെയെല്ലാം സംഭവിച്ച കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവനെ തച്ചുടയ്ക്കുന്ന കാഴ്ച വെളിപ്പാട് 19-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മിഡ് ട്രിബുലേഷൻ റാപ്ചറിനെ കുറിച്ച് തെറ്റായി പഠിപ്പിക്കുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ തെറ്റിദ്ധാരണ മാറ്റി സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യൂട്യൂബിലൂടെയും പ്രിയമുള്ള സഹോദരങ്ങൾ സഹോദരിമാര് എന്നെ കേൾക്കുന്നുവല്ലോ, ഈ സന്ദേശം കേട്ട് കൃത്യമായ സുവിശേഷത്തിൽ ഉറച്ചിരിക്കുവാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.